ടോസ് നേടിയിട്ടും ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചത് താൻ ഈ ലോകകപ്പിലെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് സിക്കന്ദർ റാസയ്ക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും. പക്ഷേ അയാളെ അധികം കുറ്റം പറയാനും സാധിക്കില്ല. ടൂർണമെൻറ്റിൽ ഉടനീളമുള്ള ഇന്ത്യയുടെ പവർ പ്ലേയിൽ ഫ്രീ വിക്കറ്റും ടോപ്പ് ഓർഡറിൻ്റെ തകർച്ചയും മിഡിൽ ഓർഡറിൻ്റെ മെല്ലെപ്പൊക്കുമെല്ലാം അയാളെയും മോഹിപ്പിച്ചിരിക്കും. പക്ഷേ താൻ തിരികൊടുത്തതൊരു മാലപ്പടക്കത്തിനായിരുന്നുവെന്ന് റാസ് അതിവേഗം തിരിച്ചറിഞ്ഞു. ഒരറ്റത്തു നിന്നും പൊട്ടിത്തുടങ്ങിയ വെടിക്കെട്ട് എവിടെയും നിന്നില്ല. ഒന്നിനു പിറകെ ഓരോരുത്തരായി എത്തി അടുത്തയാളിലേക്ക് കൈമാറി. യെസ്, ദ റൈഫിൾ ക്ലബ് ഈസ് റീലോഡഡ്. ആരാധകർ കാണാൻ ആഗ്രഹിച്ച ടീം ഇന്ത്യ. ടോസിനെത്തും മുമ്പ് തന്നെ ഇന്നലെ ഇന്ത്യയുടെ മുഖത്ത് ചിരി പടർന്നിരുന്നു. കാരണം വിൻഡീസിനെ ദക്ഷിണാഫ്രിക്ക തരിപ്പണമാക്കിയത് നൽകിയ കോൺഫിഡൻസ് ചെറുതല്ലായിരുന്നു. ആയതിനാൽ തങ്ങളുടെ പണി മാത്രം ചെയ്താൽ മതി എന്ന സന്തോഷമായിരുന്നു ഇന്ത്യക്ക്. അങ്ങനെ നീലപുതച്ച ചെപ്പോക്കിൻ്റെ ആരവങ്ങൾക്കിടയിലൂടെ സഞ്ജുവും അഭിഷേകും നടന്നു തുടങ്ങി. ഏറെ വിമർശനങ്ങൾക്കൊടുവിൽ നിർണായക സമയത്ത് രൂപം കൊണ്ട ലെഫ്റ്റ് റൈറ്റ് കോംബോയുടെ റിസൾട്ട് അറിയാനുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട്. പക്ഷേ സ്റ്റേഡിയത്തിനുണ്ടായിരുന്ന സംശയങ്ങളെ മാറ്റാൻ സഞ്ജു സാംസന് വേണ്ടി വന്നത് 2 പന്ത് മാത്രം. ഔട്ട്സൈഡ് ഓഫിലേക്ക് വന്ന ഡെലിവറിക്ക് മേലൊരു ലോഫ്റ്റ് ഷോട്ട്. രണ്ടാം ഓവറിൽ മുസറവാനിയുടെ ഷോട്ട് ബോൾ കണിയെ മിഡ് വിക്കറ്റിലേക്ക് പറത്തി സഞ്ജു വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നൽകി. അതുവരെ ക്രീസിൻ്റെ അപ്പുറത്ത് നോക്കി നിന്ന അഭിഷേകിൻ്റെ അവസരമായിരുന്നു പിന്നീട്. ഫോമില്ലായ്മയുടെ സമ്മർദ്ദമൊന്നുമില്ലാതെ അഭിഷേകിൻ്റെ ബാറ്റിൽ നിന്നും സിക്സറുകൾ ചെപ്പോക്കിൻ്റെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങി. ആരാധകർ അതിൽ നനഞ്ഞു കുതിർന്നു. പിന്നാലെ പാളിയൊരു ഷോട്ടിൽ സഞ്ജു തിരിഞ്ഞു നടന്നു. 3.4 ഓവറിൽ 48 റൺസായിരുന്നു അപ്പോൾ സ്കോർ ബോർഡിൽ. ഓൾറെഡി മികച്ച തുടക്കം കിട്ടിയ മത്സരത്തിൽ ഇന്ത്യ എത്ര ഉയരത്തിലേക്ക് പോകുമെന്ന ചോദ്യമായിരുന്നു പിന്നീട്. പിന്നാലെ അഭിഷേകിനൊപ്പം ഇടങ്കയ്യൻ ഷോട്ടുകളുമായി ഇഷാൻ കിഷൻ്റെ എൻട്രി എത്തി. അഭിഷേകിൻ്റെ സിക്സറിലൂടെ പവർ പ്ലേ അവസാനിക്കുമ്പോൾ സ്കോർ 1-80. ഇന്ത്യ ആഗ്രഹിച്ച പവർ പ്ലേക്ക് ശേഷവും റൺസിൻ്റെ ഫ്ലോക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. 11ാം ഓവറിൽ ആദ്യ പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട് അഭിഷേക് വിരലുയർത്തി സെലിബ്രേഷൻ നടത്തുമ്പോൾ ഗാലറി പൂരപ്പറമ്പായി മാറി. വിമർശനങ്ങൾക്ക് ശേഷമുള്ള അഭിഷേകിൻ്റെ ഒരു മാസ് തിരിച്ചുവരവ്. ഇടവേളയിൽ എറിഞ്ഞു തളർന്ന സിംബാബ്വെക്ക് ആശ്വാസമായി 2 വിക്കറ്റുകൾ വീണു, അഭിഷേകും ഇഷാൻ കിഷനും. പക്ഷേ തങ്ങളുടെ ആശ്വാസം നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നുവെന്ന് വൈകാതെ അവർ തിരിച്ചറിഞ്ഞു. കിഷൻ്റെയും സൂര്യകുമാറിൻ്റെയും 2 ഈസി ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തവർ ദുരന്തം ചോദിച്ചു വാങ്ങിയതാണ് സത്യം. അതിൻ്റെ ശിക്ഷ അവർക്ക് ചൂടോടെ കിട്ടി. ക്രീസിനെ ഒരു ഡാൻസിംഗ് ഫ്ലോറാക്കി സൂര്യ ആനന്ദ നൃത്തം ചവിട്ടി. അടുത്തത് ഹാർദിക് പാണ്ഡ്യയുടെ സ്റ്റൈൽ ആൻഡ് സ്റ്റോക്ക് ഷോ ആയിരുന്നു. അതിനിടയിൽ സൂര്യയുടെ മടക്കമൊന്നും ഇന്ത്യയെ ബാധിച്ചതേയില്ല. പിന്നാലെ തിലക് വർമ്മയുടെ കാമിയോയാണ് കണ്ടത്. ഏത് തിലക്? സ്ട്രൈക്ക് റേറ്റിൽ എന്ന പേരിൽ വിമർശിക്കപ്പെട്ടിരുന്ന അതേ തിലക് ഫിനിഷർ റോളിൽ തൻ്റെ വിമർശനം കൊണ്ടുള്ള എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കുന്നതാണ് കണ്ടത്. കമൻറ്റേറ്ററായ രവിശാസ്ത്രി സിക്സറുകളെ വിശേഷിപ്പിക്കാൻ പുതിയ വാക്കുകളില്ലാതെ പരിങ്ങിയ നേരങ്ങൾ. ഒടുവിൽ ഇന്ത്യൻ സ്കോർ ചെന്ന് നിന്നത് 256. ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച 2ാമത്തെ സ്കോറാണിത്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും. ഈ ഇന്നിങ്സിൽ ഇന്ത്യ ആകെ അടിച്ചുകൂട്ടിയത് 17 സിക്സറുകളാണ്. ലോകകപ്പിന് മുന്നേ കണ്ടിരുന്ന ലോകകപ്പോടെ കാണാതായ ബാറ്റിംഗ് നിര ഫുൾ ഫ്ലോ വീണ്ടെടുത്ത മത്സരം. ഇതുവരെ ലോഡാകാതിരുന്ന ലൈനപ്പിനെ തങ്ങൾ ലോഡാക്കിയെന്ന കുറ്റബോധത്തോടെയാണ് സിംബാബ്വെ ബോളർമാർ തിരിഞ്ഞു നടന്നത്. വെടിക്കെട്ട് തീർന്ന ഉത്സവപ്പറമ്പിലേതിന് സമാനമായ അന്തരീക്ഷമായിരുന്നു സ്റ്റേഡിയത്തിൽ പിന്നീട്. റൺബല കയറാനുള്ള തിടുക്കമൊന്നും കാണിക്കാതെയായിരുന്നു സിംബാബ്വെയുടെ ബാറ്റിംഗ് തുടക്കം. വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയിൽ റൺ റേറ്റ് കുത്തനെ ഉയർന്നു വന്നത് അവർ അറിഞ്ഞ ഭാവമേ നടിച്ചില്ല. പവർ പ്ലേയിൽ പരുങ്ങിയ സിംബാബ്വെക്കായി ബ്രന്നറ്റ് അടിച്ചു തുടങ്ങുന്നത് 8 ഓവറിന് ശേഷമാണ്. കൂട്ടായി റാസ എത്തിയതോടെ റൺ നിരക്കിന് വേഗത കൂടി. എങ്കിലും ഇന്ത്യയുടെ ലക്ഷ്യം കടക്കാനാകില്ലെന്ന് അപ്പോഴേക്കും ഉറപ്പായിരുന്നു. അതിനിടയിൽ ടൂർണമെൻറ്റിലെ തൻ്റെ 3ാം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ബ്രന്നറ്റ് ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുകയും ചെയ്തു. ബുംറയെ സിക്സറിന് പറത്തിയ ബ്രന്നറ്റിൻ്റെ ആ ഷോട്ടിൽ അയാളുടെ പ്രതിഭയുടെ സ്പർശമുണ്ട്. തങ്ങൾക്ക് കയറി മേയാൻ പോകുന്ന ഒരു ഓവർ കാത്തിരുന്ന സിംബാബ്വെക്ക് അങ്ങനൊന്ന് കിട്ടുന്നത് 15ാം ഓവറിൽ ശിവൻ ദുബൈയിലൂടെയാണ്. ബ്രയാൻ ബെന്നറ്റ് സെഞ്ചുറി തികക്കുമോ എന്ന ആകാംക്ഷ മാത്രമായിരുന്നു പിന്നീട് ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ അതിനുവേണ്ടി അയാൾ സ്ട്രൈക്ക് കൂടുതലായി എടുത്തതൊന്നുമില്ല. അവസാന ഓവറിൽ ശിവൻ ദുബൈയെ ഒരിക്കൽ കൂടി തൂക്കിയടിച്ചെങ്കിലും ബ്രന്നറ്റിൻ്റെ സ്കോർ ചെന്ന് നിന്നത് 97. അർഷദീപ് 4 ഓവറിൽ 24 റൺസ് മാത്രം കൺസീഡ് ചെയ്ത് 3 വിക്കറ്റ് എടുത്തപ്പോൾ ബുംറയും പാണ്ഡ്യയും 7 എക്കോണമിയിലാണ് പന്തെറിഞ്ഞത്. വരുണും അക്സറും 4 ഓവറിൽ കൊടുത്തത് 35 റൺസ്. പക്ഷേ ശിവൻ ദുബൈയുടെ 2 ഓവറിലുമായി അടിച്ചെടുത്തത് 46 റൺസാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിലേതുപോലെ മിഡിൽ ഓവറുകളിൽ ഇക്കുറിയും ഇന്ത്യൻ ബോളർമാർ നന്നായി തല്ലുവാങ്ങിയിട്ടുണ്ട്. വിൻഡീസിനെതിരെ നിർണായക മത്സരത്തിനിറങ്ങുമ്പോൾ ഇന്ത്യക്ക് പരിഹരിക്കാനുള്ളതും ഇതുതന്നെയാണ്.